വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ PSC സൊല്യൂഷൻസ്. അപ്പോൾ നമ്മൾ ഇന്നും UPSCയുടെ പ്രീവിയസ് ഇയർ ഹിസ്റ്ററിയുടെ പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഇന്ന് 2001ലെയും 2002ലെയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നമ്മൾ ഒരുപാട് കേട്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ആദ്യത്തേത്. ഹൂ എമോങ് ദ ഫോളോയിങ് ഓർഗനൈസ് ദ ഫേമസ് ചിറ്റഗോഗ് ആർമറി റെയ്ഡ്? നമ്മൾ കുറെ കേട്ടേക്കുന്നതാണ് അല്ലേ? ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, സൂര്യ സെൻ. നമ്മൾ ഒരുപാട് കേട്ടേക്കുന്നതാണ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, സൂര്യ സെൻ. A London branch of All India Muslim League was established in 1908 under the presidency of, അതായത് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ ഒരു ലണ്ടൻ ബ്രാഞ്ച്, ലണ്ടനിലൊരു ബ്രാഞ്ച് ആരുടെ കാലത്താണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? 1908 വർഷവും കൂടെ ഓർത്തിരിക്കുക. ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ ഒരു ലണ്ടൻ ബ്രാഞ്ച് ഇനാഗ്രേറ്റ് ചെയ്തു, സ്റ്റാർട്ട് ചെയ്തു. അത് ആരുടെ പ്രസിഡൻസി? ആരായിരുന്നു ഇതിന്റെ പ്രസിഡന്റ്? അമീർ അലി. ഇതൊക്കെ നമ്മൾ അധികം കേൾക്കാത്തയാണ് അല്ലെ? ഉത്തരം ഓപ്ഷൻ ബി ആണ്, അമീർ അലി ആണ്. Who among the following was president of the All India States People Conference in 1939? 1939 ഓൾ ഇന്ത്യ സ്റ്റേറ്റ്സ് പീപ്പിൾസ് അതിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ജവഹർലാൽ നെഹ്റു ആണ് അതിന്റെ ഉത്തരം. Who among the following Englishmen first translated Bhagavad Gita into English? ഭഗവത് ഗീത ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ആദ്യത്തെ ഇംഗ്ലീഷ്മൻ ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി, ചാൾസ് വിൽക്കിൻസ്. നമ്മൾ പഠിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. The Hunter Commission was appointed after the, എന്തിനു ശേഷമാണ് ഹണ്ടർ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്തത്? നമുക്കറിയാവുന്നതാണ്, ജാലിയൻ വാലാബാഗ് 1919. Under the Permanent Settlement 1793, പെർമനന്റ് സെറ്റിൽമെന്റ് സാമ്യദാസ് എന്തിനു വേണ്ടിയായിരുന്നു അപ്പോയിന്റ് ചെയ്തത്? were required to issue patas to the farmers which were not issued by many of the സാമ്യദാസ്. അതായത് കർഷകരിൽ നിന്ന് പാട്ടം പിരിക്കണം, പക്ഷെ എല്ലാ സാമ്യദാസും ഒന്നും അങ്ങനെ ചെയ്തിരുന്നില്ല. അതിന്റെ കാരണം എന്താണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, there was no official check upon the സാമ്യദാസ്. അതായത് അത്ര ഒരു ഔദ്യോഗികപരമായിട്ടുള്ള ഒരു ചെക്കിങ് അങ്ങനെ വലിയ രീതിയിലൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, അടുത്തത് വിച്ച് ഓഫ് ദി സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 2, 3 കറക്റ്റ്. 2, 3 കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ്. അതെന്താ പറയുന്നത്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ? ലാലാ ലജ്പത് റായ് ഓപ്പോസ്ഡ് ദ അപ്പീൽ ഓഫ് ആര്യ സമാജ് ടു ദി അതോറിറ്റി ഓഫ് വേദാസ് ഇൻ സപ്പോർട്ട് ദി സോഷ്യൽ റിഫോംസ്. അതായത് നമുക്കറിയാം, ആര്യ സമാജത്തിന്റെ സാമൂഹ്യ പരിഷ്കരണ പരിപാടികളെ പിന്തുണച്ച വേദങ്ങളുടെ അധികാരത്തോട് അഭ്യർത്ഥിക്കുന്നതിനെ റായ് എതിർത്തു. അതായത് വേദങ്ങളുടെ ഒരു ഇതോടുകൂടി സോഷ്യൽ റിഫോംസ്, സാമൂഹ്യ പരിഷ്കരണം, അതെന്താണ്? ലാലാ ലജ്പത് റായ് എതിർത്തു. പിന്നെ കേശവ ചന്ദ്ര സെന്നിന്റെ നേതൃത്വത്തിൽ ബ്രഹ്മസമാജ് വുമൻസ് എഡ്യൂക്കേഷന് വേണ്ടി ഒരു ക്യാമ്പയിൻ, ഇതും വന്നു. ബാക്കി രണ്ടും തെറ്റാണ്. ആര്യ സമാജ് ഫൗണ്ടഡ് ഇൻ 1835 തെറ്റാണ്. വിനോദ ഭാവെ ഫൗണ്ടഡ് ദ സർവോദയ സമാജ് ടു വർക്ക് എമോൺ റെഫ്യൂജീസ്. അപ്പൊ നമുക്ക് നോക്കാം അത് രണ്ടും എന്തുകൊണ്ട് തെറ്റായി എന്ന് നമുക്ക് നോക്കാം. ആര്യ സമാജ് എന്നാ ഫോം ചെയ്തത് 1875 വർഷം തെറ്റായിരുന്നു. ആര്യ സമാജ് ആരാണ് ഫൗണ്ട് ചെയ്തത്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. 1875 എന്തായിരുന്നു അതിന്റെ ഇതെന്ന് പറയുന്നത്? വിഡോ റീമാരേജ്, വിധവ പുനർവിവാഹം, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ഓഫ് ഗേൾ ചിൽഡ്രൻ, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം. വിനോദ ഭാവെയാണ് സർവോദയ സമാജ് ഫോം ചെയ്തത്. പക്ഷേ എന്തിനു വേണ്ടിയായിരുന്നു? ഇതിന്റെ മീനിങ് എന്താ? സർവോദയ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ അപ്ലിഫ്റ്റ് എന്നാന്ന് പറഞ്ഞാൽ എന്താ? പ്രോഗ്രസ് ഓഫ് ഓൾ, എല്ലാവരുടെയും പുരോഗതി എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദ സർവോദയ മൂവ്മെന്റ് വാസ് എ സോഷ്യൽ മൂവ്മെന്റ് ഇൻ ഇന്ത്യ ദാറ്റ് പ്രൊമോട്ടഡ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എക്കണോമിക് ഇക്വാളിറ്റി. സാമൂഹ്യപരവും സാമ്പത്തികപരമായിട്ടുള്ള തുല്യത, ഇക്വാളിറ്റിക്ക് വേണ്ടിയായിരുന്നു അത് കൊണ്ടുവന്നത്. പക്ഷെ അവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ എന്തായിരുന്നു? റെഫ്യൂജീസ്, അഭയാർത്ഥികളുടെ ഇടയിലായിരുന്നു. ആണോ? അഭയാർത്ഥികളുടെ ഇടയിലായിരുന്നോ? അല്ല. അതുകൊണ്ടാണ് അത് അവിടെ തെറ്റായി പോയത്. ടു വർക്ക് എമോൺ റെഫ്യൂജീസ് ആണോ? അല്ല. ഇത് 1875 1875 ഫോം ചെയ്തത് ആര്യ സമാജ്. അതുകൊണ്ടാണ് അത് തെറ്റായി പോയത്. അടുത്തത്, the last opportunity to avoid the partition of India was lost with the rejection of. അതായത് ഇതിനകത്ത് ഏതിന്റെ റിജക്ഷന് ശേഷമാണ്? അതായത് നമുക്ക് ഉത്തരം ഓപ്ഷൻ സി ആണ്, ക്യാബിനറ്റ് മിഷൻ. അത് ക്യാബിനറ്റ് മിഷൻ അതിന്റെ എന്താണ്?
ഇതായിപ്പോയി, റിജക്റ്റ് ആയിപ്പോയി. അത് നമ്മുടെ ലാസ്റ്റ് ഒരു അവസരമായിരുന്നു, ലാസ്റ്റ് ഓപ്പർച്യൂണിറ്റി ടു അവോയ്ഡ് പാർട്ടീഷൻ, അതായത് വിഭജനം തടയാനുള്ള ഒരു അവസാന അവസരമായിരുന്നു ഇന്ത്യയുടെ. വാസ് ലോസ്റ്റ് വിത്ത് ദ റിജക്ഷൻ ഓഫ്, അതായത് ക്യാബിനറ്റ് മിഷൻ റിജക്റ്റ് ആയതോടുകൂടി നമ്മുടെ ആ ഒരു അവസരം നമുക്ക് അവിടെ നഷ്ടമായി. Which one of the following submitted in 1875 a petition to the House of Commons? ഹൗസ് ഓഫ് കോമൺസിൽ 1875 നമ്മളൊരു പെറ്റീഷൻ സബ്മിറ്റ് ചെയ്തു. എന്തിനു വേണ്ടിയാണ്? ഡിമാൻഡിങ് ഇന്ത്യസ് ഡയറക്റ്റ് റെപ്രസെന്റേഷൻ ഇൻ ദ ബ്രിട്ടീഷ് പാർലമെന്റ്, അതായത് ബ്രിട്ടീഷ് പാർലമെന്റിൽ നമുക്ക് നമ്മുടെ ഇന്ത്യയുടെ, നമ്മുടെ രാജ്യത്തിന്റെ ഡയറക്റ്റ് റെപ്രസെന്റേഷൻ, നമ്മുടെ നേരിട്ടുള്ള പ്രാതിനിധ്യം നമുക്ക് വേണമെന്ന് പറഞ്ഞ് 1875 ആരാണ് ഇതിനകത്തൊരു പെറ്റീഷൻ ഫയൽ ചെയ്തത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ദ ഇന്ത്യൻ അസോസിയേഷൻ ആണ്, ദ ഇന്ത്യൻ അസോസിയേഷൻ. The real intention of the British to include the princely states in the federal union proposed by the India Act of 1935. അതായത് 1935 ഇന്ത്യ ആക്ട് പ്രകാരം പ്രിൻസ്ലി സ്റ്റേറ്റ്സിനെ എന്താണ് ഫെഡറൽ യൂണിയനിലേക്ക് അവർ ഇൻക്ലൂഡ് ചെയ്തു, ഉൾപ്പെടുത്തി. അതിന്റെ പിന്നിലുള്ള റിയൽ ഇന്റൻഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? ദേശീയ നേതാക്കൾ, അതായത് അതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. യൂസ് ദ പ്രിൻസസ് ടു കൗണ്ടർ ബാലൻസ് ദ ആന്റി ഇംപീരിയലിസ്റ്റ് ഡോക്ട്രിൻസ് ഓഫ് ദ നാഷണലിസ്റ്റ് ലീഡേഴ്സ്. അതായത് എന്താണ്? ദേശീയ നേതാക്കളുടെ സാമ്രാജ്യത്വ വിരുദ്ധ സിദ്ധാന്തങ്ങളെ സമനിലയിൽ നിർത്താൻ രാജകുമാരന്മാരെ ഉപയോഗിക്കുക. അതായത് അവരെ സമനിലയിൽ നിർത്താൻ, എന്ത്, ഈ ദേശീയ നേതാക്കളൊക്കെ ആന്റി ഇംപീരിയലിസ്റ്റ് ആയിരുന്നു, സാമ്രാജ്യത്വ വിരുദ്ധരായിരുന്നു. അപ്പൊ അവരെ എന്താണ് ഒരു സമനിലയിൽ നിർത്താൻ വേണ്ടിയാണ് ഇവര് പ്രിൻസ്ലി സ്റ്റേറ്റ്സിനെ അവിടെ ഇൻക്ലൂഡ് ചെയ്തത്. 62. Which one of the following acts of British India strengthened the Viceroy's authority over his executive councils by submitting portfolio? എന്ന് പറഞ്ഞാൽ എന്താ? ഡിപ്പാർട്ട്മെന്റൽ സിസ്റ്റം ഓഫ് കോഓപ്പറേറ്റീവ് ഫംഗ്ഷൻ, ഡിപ്പാർട്ട്മെന്റ് സിസ്റ്റം വരുവാണ്. ഇതിന്റെ ആൻസർ ആയിട്ട് അവർ ഇതിനകത്ത് ഏത് ആക്ട് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ ആണ് കൊടുത്തിരിക്കുന്നത്. 1861 ഇന്ത്യൻ കൗൺസിൽ ആക്ട് ആണ് അവർ ആൻസർ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അതെന്താ പറയുന്നതെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ദ ഇന്ത്യൻ കൗൺസിൽ ആക്ട്സ് ഓഫ് 1861 പറയുന്നത്, അത് ബ്രിട്ടീഷ് പാർലമെന്റ് പാസ് ചെയ്തൊരു ലോ ആണ്. എന്താണ് പറയുന്നത്? ഗവർണർ ജനറൽ കൗൺസിൽ ഇൻ ഇന്ത്യ ലിമിറ്റഡ് ലെജിസ്ലേറ്റീവ് പവേഴ്സ്, ഗവർണർ ജനറൽസിന്റെ പവേഴ്സ് അവിടെ ലിമിറ്റ് ചെയ്തു, പരിമിതപ്പെടുത്തി. ദ ആക്ട് വാസ് എ സ്റ്റെപ്പ് ടുവേർഡ്സ് അലൗവിംഗ് ഇന്ത്യൻസ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദിയർ കൺട്രി, അതായത് ഇന്ത്യൻസിന്, നമ്മുടെ രാജ്യത്തിന്റെ ഭരണത്തിൽ ഇന്ത്യൻസിനെ ഇൻക്ലൂഡ് ചെയ്യണം. അതാണ് അവർ ആൻസർ ആയിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ, 1861 ആക്ടുമായി ബന്ധപ്പെട്ട്. അടുത്തത് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അറ്റ് ദ ടൈം ഓഫ് പാർട്ടീഷൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ പാർട്ടീഷൻ വിഭജനത്തിന്റെ സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി ആണ്, JB കൃപലാനി. അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് മാറിപ്പോകരുത്. അടുത്തത് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഓപ്ഷൻ ബി ആണ്. മക്ഡൊണാൾഡ് ഏതാണ്? കമ്മ്യൂണൽ അവാർഡാണ് അല്ലേ? 81 ഉത്തരം ഓപ്ഷൻ ബി വരത്തില്ലല്ലോ. മക്ഡൊണാൾഡ് കമ്മ്യൂണൽ അവാർഡ് അല്ലേ? A2 വരുന്ന കേട്ടോ, ഓപ്ഷൻ A2. ലിൻ ലിത്കോ ഏതാണ്? ഓഗസ്റ്റ് ഓഫർ ആണ്. B3. ഡൽഹൌസി ഏതാണ്? ഡോക്ട്രിൻ ഓഫ് ലാപ്സ് ആണ്. ഉത്തരം ഓപ്ഷൻ 1 ആണ്. അപ്പൊ ഉത്തരം ഓപ്ഷൻ സി ആട്ടോ, ഓപ്ഷൻ സി ആണ്. ചെംസ്ഫോൾഡ് ഏതാണ്? ഡയാർക്കി ആണ്. D4. ഉത്തരം ഓപ്ഷൻ സി ആട്ടോ, ഉത്തരം ഓപ്ഷൻ സി ആണ്, ഓപ്ഷൻ സി. അടുത്തത്, വിത്ത് റെഫറൻസ് ടു ദ പീരിയഡ് ഓഫ് എക്സ്ട്രീമിസ്റ്റ് നാഷണലിസ്റ്റ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ വിത്ത് സ്പിരിറ്റ് ഓഫ് സ്വദേശി, അതായത് എക്സ്ട്രീമിസ്റ്റ് നാഷണലിസ്റ്റ് മൂവ്മെന്റ്, തീവ്രവാദം, അതാണല്ലോ എക്സ്ട്രീമിസ്റ്റുകൾ എന്ന് പറയുന്നത്, തീവ്രവാദികൾ, എക്സ്ട്രീമിസ്റ്റുകൾ. അതായത് ഇൻ ഇന്ത്യ വിത്ത് സ്പിരിറ്റ് ഓഫ് സ്വദേശി, സ്വദേശി, അതിനകത്ത് അവർക്ക് ഇതുണ്ടായിരുന്നു. അതിന്റെ ഒരു ഇതിൽ നമ്മൾ നോക്കുമ്പോൾ ഏതാണ് ഇതിനകത്ത് കറക്റ്റ് ആയിട്ട് വരുന്നത്? ഉത്തരം ഓപ്ഷൻ എ ആണ്. ലെയ്ക്കത്ത് ഹുസൈൻ ലെഡ് ദ മുസ്ലിം പെസൻസ് ഓഫ് ബാരിസൽ ഇൻ ദർ അജിറ്റേഷൻസ്. അതായത് കുറച്ചൊക്കെ ഡെപ്തില് ചോദിക്കുന്നതാണ് ഇതെല്ലാം അതുമായി ബന്ധപ്പെട്ട്. അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വിത്ത് റെഫറൻസ് ടു ദ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? നമ്മുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടവുമായി ബന്ധപ്പെട്ട് ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. ദ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് വിച്ച് വാസ് ഫോംഡ് ഇൻ 1906, നമുക്കറിയാവുന്ന 1906 ഫോം ചെയ്തത്. അവരെന്താണ് ഓപ്പോസിറ്റ് ചെയ്തത്? പാർട്ടീഷൻ ഓഫ് ബംഗാൾ ആൻഡ് സെപ്പറേറ്റ് ഇലക്ടോറേറ്റ്സ്, അതായത് ബംഗാളിന്റെ പാർട്ടീഷനും അതുപോലെ തന്നെ സെപ്പറേറ്റ് ഇലക്ടോറേറ്റ്സ് എന്ന് പറഞ്ഞാൽ അവർ തീവ്രമായി തന്നെ അതിന് ഓപ്പോസിറ്റ്
ചെയ്തു. കുറച്ച് ഡെപ്തിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്, പക്ഷെ നമ്മൾ ചെയ്യുന്നത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം കുറച്ച് ഡെപ്ത് ചോദിച്ചാൽ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ UPSCയുടെ ഹിസ്റ്ററിയുടെ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ചെയ്യണം. ഓക്കെ, അപ്പം താങ്ക് യു.